മാന്നാർ ജയന്തി വധക്കേസിൽ ഭർത്താവ് കുട്ടിക്കൃഷ്ണന് വധശിക്ഷ. മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. 2024 ഏപ്രിൽ 2-നാണ് കേസിന് ആസ്പദമായ സംഭവം. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു. നിഷ, ഇപ്പോൾ ഒരു വധക്കേസിൻ്റെ വിധി പുറത്തു വരുന്നു. മാന്നാർ ജയന്തി വധക്കേസ്. ഇതിൽ ഭർത്താവ് കുട്ടിക്കൃഷ്ണനാണ് വധശിക്ഷ മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. അത് 2 പതിറ്റാണ്ട് മുമ്പ് ഭാര്യയെ തലക്കടിച്ചും കഴുത്തറുത്തും അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി 1 വിധി പറഞ്ഞിട്ടുള്ളത്. മാന്നാർ ആലമൂട്ടിൽ ജയന്തിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഭർത്താവ് കുട്ടിക്കൃഷ്ണന് കോടതി വധശിക്ഷ വിധിച്ചിട്ടുള്ളത്. മാത്രമല്ല 1 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. ഈ 1 ലക്ഷം രൂപയിൽ 50,000 രൂപ ലീഗൽ സർവീസ് അതോറിറ്റി വഴി ഈ ജയന്തിയുടെയും കുട്ടിക്കൃഷ്ണന്റെയും മകൾക്ക് നൽകണമെന്നും കോടതി വിധിച്ചിട്ടുണ്ട്. 22 സാക്ഷികളും 36 രേഖകളും 22 സാക്ഷികളും 30 തൊണ്ടിമുതലുകളും 36 രേഖകളുമാണ് കോടതി പരിഗണിച്ചത്. എന്തായാലും അതിക്രൂരമായ കൊലപാതകം, അതിക്രൂരവും പൈശാചികവുമായ കൊലപാതകം എന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2 പതിറ്റാണ്ടിന് ശേഷം പ്രതിക്ക് ഇത്തരത്തിൽ വധശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഈ കുട്ടിക്കൃഷ്ണൻ കൊലപാതകത്തിന് ശേഷം മകളുമായി, അന്ന് ഇവരുടെ മകൾക്ക് 1.5 വയസ്സായിരുന്നു പ്രായം, മകളുടെ മുന്നിലിട്ടാണ് സംശയത്തിന്റെ പേരിൽ ഭാര്യയായ ജയന്തിയെ കുട്ടിക്കൃഷ്ണൻ കൊലപ്പെടുത്തിയത്. തീർച്ചയായും മാന്നാർ ജയന്തി വധക്കേസിലാണ് ഭർത്താവ് കുട്ടിക്കൃഷ്ണന് മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വധശിക്ഷ വിധിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു നിഷ ദിലീപ്.